ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമൊക്കെ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ സ്കൂൾ പൂട്ടുമല്ലോ, അല്ല ക്രിസ്മസ് ബ്രേക്കിനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സ്കൂൾ പൂട്ടുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഇനി അടുത്ത വർഷം കാണാടാ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതേ ഒരു സംഭവം കൂടിയാണ്, അതേ ഒരു സംഭവത്തോടു കൂടി ഞാനും സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. ഇനി ഈ വർഷം എന്തായാലും നമുക്ക് എപ്പിസോഡൊന്നും ഇടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ സോ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത വർഷം മാത്രമേ നമ്മൾ എപ്പിസോഡ് കിട്ടുള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാവും, ചളിയടിക്കാണ്ട് പോടൂ എന്ന് പറയുന്നുണ്ടാവുമല്ലേ. യെസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അല്ല അങ്ങനെയല്ലല്ലോ നമ്മുടെ ഇൻട്രോ. കുറച്ച് ദിവസം എപ്പിസോഡൊന്നും വരാണ്ടെന്നപ്പോൾ ഇൻട്രോയും മറന്നുപോയോ മിസ്റ്റർ? യെസ്, 3 ആഴ്ചയല്ലേ എപ്പിസോഡ് വന്നിട്ട്. യെസ്, ഓക്കെ, ഫൈൻ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പറ്റിയിട്ടാണ്. ഈ ഒരു 2023 ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെയൊക്കെ മാറി, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ്, എനിക്ക് ഗുഡ് ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റോ ആയിട്ടുള്ള ലൈവായിട്ടുള്ള എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നോട്ട്സൊക്കെ ചെയ്യാറുണ്ട്, എന്താണ് ഇന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിലതൊന്നുമില്ല, ഞാൻ ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ് ഗൈസ്. ഓക്കെ, യെസ്, റീവൈൻഡിങ് 2023. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമാണ്. വൺസ് അഗെയിൻ വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ടല്ലേ. നമസ്കാരം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട്, ഞാൻ ആദ്യമായിട്ട് ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നത്, അതൊരു സ്റ്റേജ് കയറി ചെയ്യുന്നിട്ട് ഒരു പബ്ലിക്കിനൊക്കെ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ഒരു വർഷമാണ്. അത് തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോഡ്കാസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2022 സെപ്റ്റംബറിലായിരുന്നു. പിന്നെ ഫെബ്രുവരിയൊക്കെ ആയ സമയത്താണ് ഈ ഒരു വർഷം, അതായത് 2023 ഫെബ്രുവരിയൊക്കെ ആയപ്പോഴാണ് എനിക്കൊരു ലിസ്ണേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ചധികം ലിസ്ണേഴ്സൊക്കെ വരാൻ തുടങ്ങിയത്. ഫെബ്രുവരി ഓഫ് കോഴ്സ് അറിയാമല്ലോ നിങ്ങൾക്ക്, യെസ്, വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചധികം ലിസ്ണേഴ്സ് ഇങ്ങനെ കയറി വന്നു. എൻ്റെ കോളൻസൊക്കെ ഇഷ്ടപ്പെട്ട് കാണും, അതുകൊണ്ടായിരിക്കണം. ലവ് ലൈഫൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? വർക്കൗട്ട് ആവുന്നുണ്ടോ? ടിപ്സൊക്കെ ഫൈൻ. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്കെ ഫെബ്രുവരി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു ബൂം, ആ ഒരു ഗ്രാഫ് ഇങ്ങനെ മെല്ലെ കയറാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കയറി നമ്മളുടെ 100K എത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ യെസ്, അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം പോഡ്കാസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ബിഗ് താങ്ക് യു ആണ്. കാരണം നിങ്ങളെ കേൾക്കുന്നതുകൊണ്ട് മാത്രമാണല്ലോ ഇതിങ്ങനെ ലിസ്ണേഴ്സൊക്കെ കയറുന്നതും അല്ലെങ്കിൽ അതിന് ആൾക്കാരൊക്കെ അറിയുന്നതും ഇങ്ങനെയൊക്കെ എന്നുള്ളത്. യെസ്, അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മുടെ ഫസ്റ്റ് പബ്ലിക് ഈവൻറ്റ്. നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാണ്. എനിക്ക് എന്താ പറയുക, നേരാവണ്ണം ഒരു കല്യാണത്തിന് പോലും പോകാത്ത ഞാനാണ്. ആ എന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഒരു സ്റ്റേജിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ അവരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റില്ല. എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഓക്കെ, എൻ്റെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, എനിക്ക് ഇന്നൊക്കെ ചെയ്യണം, ഇന്നൊക്കെ ആവണം എന്നുള്ളതൊക്കെ. പക്ഷെ ആ ഡ്രീമിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊട്ടും ഓക്കെ എനിക്കിത് ഇത്ര പെട്ടെന്ന് പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത്ര പെട്ടെന്ന് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഭയങ്കര കൂളായിരുന്നു എന്നൊന്നും പറയുന്നില്ല, ഭയങ്കര അവസ്ഥയായിരുന്നു. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ എൻ്റെ ഒരു ഹോസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എന്താ പറയുക, ആദ്യത്തെ ഫസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ ഡയലോഗ് പറയുന്നതിനിടയിൽ തെറ്റ് എന്തോ ചെയ്തു. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഇടറി, ഭയങ്കരമായിട്ട് ഇടറി. അപ്പോൾ ഞാൻ എല്ലാവരും എന്നെ തന്നെ തിരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെസ്പായി, ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരും വീണ്ടും എന്നെ തന്നെ നോക്കാൻ തുടങ്ങി, ഇവരെന്താണ് പെട്ടെന്ന് ഇറങ്ങി പോണേ. ഓക്കെ, എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും കയറി എന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മെല്ലെ പിടിച്ച് ഒരു അവാർഡിനായിട്ടൊക്കെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് പോകുമായി. യെസ്, എനിക്ക് എന്തോ ഒരു പവർ കിട്ടിയ പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. യെസ്, അങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ്. അത് നമ്മുടെ മാറ്റ് ഗ്ലോബലിലെ AGMൻ്റെ ഒരു സ്റ്റോറിയായിരുന്നു. എനിക്കറിയാം, ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ ഇതിലൊക്കെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്താ പറയാനായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്. യെസ്, സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം സ്റ്റോറി ടെല്ലിങ് ഭയങ്കര രസമായിട്ട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആമീമുകളുടെ കഥയൊക്കെയാണ് പറഞ്ഞത് AGMൻ്റെ ഇടയിൽ. പക്ഷേ എന്നാലും ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ പറയണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്.
നിങ്ങൾക്കറിയാലോ, ഇതിനിടയ്ക്കല്ല, മിനിഞ്ഞാന്ന് കണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ഈവൻറ്റ് നമ്മുടെ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ, അതായത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഈവൻറ്റാണ് ന്യൂ ഇയർ ആ ഒരു ടൈമിൽ നടക്കുന്നത്. ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിലൊക്കെ നടക്കുന്ന ഒരു ഈവൻറ്റാണ്. കണ്ണൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഈവൻറ്റ്, നമ്മുടെ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ പബ്ലിക് ലൈവ് സ്റ്റോറി ടെല്ലിംഗ് ഈവൻറ്റ് നടത്തി. അപ്പോൾ അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കഥകൾ അത് പറയാൻ വന്നപ്പോഴാണ്. ഇതിനു മുന്നേ വേറൊരു സ്റ്റോറി ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലേ ദിവസം, അതായത് ഈ ഒരു പബ്ലിക് സ്റ്റോറി ടെല്ലിംഗ് ഈവൻ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ തലേ ദിവസം ഞാൻ തല കറങ്ങി വീണു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താണ് എനിക്ക് പറ്റണേ. കാരണം ഞാൻ ചായ കുടിക്കാനായിട്ട് പോയതായിരുന്നു. ഒരു ചായ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല വെച്ചാൽ ഒന്നും ഓർമ്മയില്ല. കണ്ണിലേക്ക് ഇങ്ങനെ ഫുള്ള് ബ്ലാക്കായി, ബ്ലാങ്കായി. പിന്നെ എന്തോ എനിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ആ സൈഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ആൾക്കാർ എനിക്ക് വെള്ളം കൊടുത്തു തന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എണീച്ചത്. പിന്നെ എന്താ പറയില്ല, പെട്ടെന്ന് ഇങ്ങനെ ഫുള്ള് ബ്ലാങ്കായി, തലചുറ്റലോ എന്തോ ഉണ്ടായി. അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് അടുത്ത ദിവസം ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്, അപ്പോൾ ഇത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാൻ പറ്റുന്നു ഒന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം ഇറ്റ് വെൻറ്റ് റിയലി വെൽ. ഒരുപാട് സന്തോഷമായി. കാരണം ഇത്രയും വലിയൊരു ക്രൗഡൊന്നും ഉണ്ടായില്ല, പക്ഷേ ആവശ്യത്തിലധികം ക്രൗഡ് ഉണ്ടായിരുന്നു എന്നെ കേൾക്കാനായിട്ട്. ഇത്രയും പേര് മുന്നിൽ നിന്നു. ആൻഡ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഓക്കെ ഇതിങ്ങനെ ചെയ്യുന്നത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നോടൊരു ചേച്ചി വന്നിട്ട് പറയണ്ടായി, നീ കുറച്ചുകൂടെ വായിക്ക്, അപ്പോൾ നിങ്ങൾക്ക് പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചൊന്നും ഇതായല്ലോ. പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞു, നീ കുറച്ച് വായിക്കണം കേട്ടോ പറഞ്ഞു. സത്യമാണ്, ഞാൻ കുറച്ച് വായിക്കാത്തതിൻ്റെ കുറവ് എനിക്കിതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വായിക്കണം. അപ്പോൾ ഞാൻ അടുത്ത വർഷത്തെ എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാനിതെടുക്കണം, കുറച്ചുകൂടി ബുക്സ് വായിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ആ ഈവൻറ്റ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ലേ, ന്യൂ ഇയർ റെസൊല്യൂഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. ഉണ്ടോ? ഞാൻ ഡെയിലി റെസൊല്യൂഷൻസ് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം എനിക്ക് അടുത്ത ഡേ ബ്യൂട്ടിഫുൾ ആക്കണം, അല്ലെങ്കിൽ അടുത്ത ഡേ ബെറ്റർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെയാണ് എൻ്റെ എന്ന് പറയുന്നത്. അല്ലാണ്ട് എന്താ പറയുക, അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻസ് ഫുൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയൊരു എന്താ പറയുക, എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഓക്കെ, എനിക്കൊരു 5 ഇയർ പ്ലാനുണ്ട്, ഒരു 15 ഇയർ പ്ലാനുണ്ട്, ഒരു 30 ഇയർ പ്ലാനുണ്ട്, ഒരു 50 ഇയർ പ്ലാൻ വരെയുണ്ട്. പക്ഷേ 50 ഇയർ വരെ ഞാൻ ജീവിക്കുമെന്ന് അറിയില്ല. ഓക്കെ പ്ലാൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ന്യൂ ഇയർ ആണ്, അതുകൊണ്ട് റെസൊല്യൂഷൻ എടുക്കണം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ നെക്സ്റ്റ് വീക്കെല്ലാം ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേ ബുക്സ് വായിക്കണം എന്നെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഷോസ് ചെയ്യണം എന്നെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇതിലൂടെ ഒരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കണം എന്നും ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എൻ്റെ ഒരു എന്താ പറയുക വീണ്ടും എന്താ പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിത് ഒട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ. ഞാൻ എപ്പിസോഡ്സ് വന്നിട്ടിലേക്ക് സീനായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ്. കാരണം എൻ്റെ കമൻസിലൊക്കെ ഉണ്ട്, വീണ്ടും ചോദിക്കുന്നുണ്ട്, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഡെയിലി ഇൻസ്റ്റഗ്രാമിൽ, എപ്പിസോഡ്സ് എവിടെയെന്ന് ചോദിച്ചിട്ട്. ഇതാണ് കാരണം. എനിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിയായി കുറച്ച്. ഇതൊക്കെയായിരുന്നു കാരണം. സോറി ഗൈസ്, റിയലി സോറി. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2023 ഞാനൊരു SRKൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, പോസ് ദിൽ തോ പാഗൽ ഹേ എന്തിലോട്ടെ, ആദ്യം ഒരു പോസ് ഉണ്ടല്ലോ, ആ ഒരു പോസും വിളിച്ചുകൊണ്ടൊരു ഫോട്ടോ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2023. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് 2023. അപ്പോൾ ഇത് 2023 അവസാനിക്കാനായിട്ടും പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും, എന്നെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ വർഷം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് സ്പോട്ടിഫൈയിലാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം. എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനിലൊന്നും താല്പര്യമില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ ലാക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടെത്താനായിട്ട് ഈ വർഷം ഉപയോഗിക്കുക. പോഡ്കാസ്റ്റിൽ ഞാൻ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ന്യൂ ഇയർ സർപ്രൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും keep listening, keep supporting, and this is Akshay Prakash, and this is നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ
പുതിയൊരു വിശേഷങ്ങളുമായിട്ട് അടുത്ത വർഷം ആദ്യം പറഞ്ഞ ചളി വീണ്ടും അടിക്കുകയാണ്. ഇനി അടുത്ത വർഷം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത വർഷമേ നമ്മൾ എപ്പിസോഡ്സ് ഉണ്ടാവുള്ളൂ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.